ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ പഫ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ചെയ്ത കുർത്തിയുടെ സ്ലീവാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷൻ ടോപ്പിൽ ഇതുപോലെ ഈക്വലായിട്ട് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുക. ഈക്വൽ ഡിസ്റ്റൻസ് വേണം നമ്മൾ രണ്ട് സൈഡിലും എടുക്കാൻ. നമ്മുടെ ഡിസൈഡ് ലെങ്ത് നമുക്ക് ഇതുപോലെ മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് കട്ട് ചെയ്ത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നീട് നമുക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അതിൻ്റെ ബേസിക് സ്ലീവ്, അതിൽ നിന്നും ക്യാപ്പ് ഹൈറ്റ് ഓർഡർ ചെയ്താണ് നമ്മൾ ഈ കുർത്തിയുടെ സ്ലീവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇതുപോലെ ഒരു സ്ലിറ്റ് ഇടുക. സെപ്പറേറ്റ് ആക്കണ്ട, ജസ്റ്റ് ഇതുപോലെ. എന്നിട്ട് വേറൊരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇനഫ് സ്പ്രെഡ് ചെയ്യുക. ഞാൻ ഏകദേശം ടോപ്പിൽ 3 ഇഞ്ചസ് ആണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് സെക്യൂർ ചെയ്യുക. എന്നിട്ട് ഈ അടിവശത്തൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് സ്ലീവ് എഡ്ജിനെ നമുക്ക് സ്ട്രെയിറ്റ് ആക്കാം. അതായത് അത് സ്ലീവ് ഓപ്പണിങ് വരുന്ന ഭാഗമാണ്. എന്നിട്ട് നമുക്ക് സ്ലീവ് ഹെഡ് ഇതുപോലെ റീഡ്രോ ചെയ്യാം. അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും മടക്കി വെച്ച് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഈക്വൽ ആവണമെന്നില്ല, അത് ഈക്വൽ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കാം. അപ്പോൾ ഏറ്റവും കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ഈക്വലായിട്ട് വെച്ചിട്ട് വേണം, അതായത് അടിവശം സ്ലീവ് ഓപ്പണിങ് വരുന്ന ഭാഗം ഈക്വലായിട്ട് ലെങ്ത് ഒക്കെ ഈക്വൽ ആണെന്നും രണ്ടാമതൊന്നും ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം മടക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ. എന്നിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് മാർക്ക് ചെയ്യുക. ഇനി ഇത് ഫോൾഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഏറ്റക്കുറച്ചിലൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ സ്ലീവ് ഹെഡിൽ കാണാം നമുക്ക് ഫ്രണ്ട് ഭാഗം കുറച്ച് എക്സ്ട്രാ വന്നിട്ട് അത് ട്രിം ചെയ്ത് മാറ്റുന്നു. പിന്നെ നമുക്ക് നോച്ച് കൊടുത്ത് പഫ് വരേണ്ട ഭാഗത്ത് നോച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കുന്നു ആദ്യം. അതിനുശേഷം വീണ്ടും ഒരു കൂടി മടക്കുന്നു. അപ്പോൾ ഇത് ടോട്ടൽ 4 ലെയേഴ്സ് ഉണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലീവ് പാറ്റേൺ ഇതുപോലെ വെച്ച് സെക്യൂർ ചെയ്യാം. പിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് വെച്ചിട്ട് അനങ്ങാതെ ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് രണ്ട് സ്ലീവ് ഒരുപോലെ വെച്ച് ഇതുപോലെ പിൻ ചെയ്യും. അതായത് ഫ്രണ്ട് സൈഡ് ഒരുമിച്ച് വരത്തക്ക വിധവും ബാക്ക് സൈഡ്സ് ഒരുപോലെ വരത്തക്ക വിധവും ഇതുപോലെ വെച്ചിട്ട്
നമ്മുടെ പാറ്റേൺ പേപ്പർ അതിൽ വെച്ചിട്ട് നമുക്ക് നോച്ചസ് ഒക്കെ കൊടുക്കാം. പിന്നെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ട്രിം ചെയ്യാനുണ്ടെങ്കിൽ ട്രിം ചെയ്ത് കളയാം. ഇനി നമുക്ക് ഗ്യാതറിങ്ങിന് വേണ്ടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടി അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ഇടാതെ വേണം ചെയ്യാനായിട്ട്. എൻ്റെ മെഷീനിലെ ബാക്ക് സ്റ്റിച്ച് ഫംഗ്ഷൻ ഞാൻ ഓഫ് ചെയ്തു. അതിനുശേഷം ഒരു റോ സ്റ്റിച്ചാണ് ഞാൻ ഈ മെറ്റീരിയൽ ഇട്ട് കൊടുക്കുന്നത്. കോട്ടൺ ആയിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഫാബ്രിക് ആണെങ്കിൽ നമ്മൾ ഡബിൾ റോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ അടുത്ത സ്ലീവ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ത്രെഡിൻ്റെ ഒരറ്റത്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒരു ത്രെഡിൽ മാത്രം പിടിച്ചിട്ട് വേണം ഇതുപോലെ ഗ്യാതറിങ് വരുത്താനായിട്ട്. അത് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിഡിലിൽ വരും. പിന്നെ ഇത് ഈവനാക്കാൻ വേണ്ടി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. രണ്ട് സ്ലീവ് നമ്മൾ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒറിജിനൽ സ്ലീവ്. പഫ് സ്ലീവിൻ്റെ പാറ്റേൺ നമുക്ക് വേണ്ട, അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ സ്ലീവ് എടുത്തിട്ട് അതിൽ രണ്ട് സ്ലീവ് ഇതുപോലെ വെച്ച് നോക്കാം. രണ്ടാമത്തെ സ്ലീവിന് നമ്മൾ ഗ്യാദേഴ്സ് കൊടുക്കുമ്പോൾ പ്രീവിയസ് വണ്ണിന് മാച്ച് ആവുന്ന രീതിക്ക് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ പാറ്റേൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട്, അതായത് ഈവനായിട്ട് തന്നെ ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ ഗ്യാദേഴ്സ് ഇട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്കത് തയ്ക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാം. ഇനി സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരു 2.5 ഇഞ്ചസിൽ ഒരു സ്ട്രൈറ്റ് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുന്ന ഭാഗവും ഒരു 1/4 ഇഞ്ച് വിടത്തിൽ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡ്സ് ഒരുപോലെ വരത്തക്ക വിധം സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ടതിനെ അകത്തേക്ക് മടക്കി പിൻ ചെയ്തിട്ട് വേണം വീണ്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് ഭയങ്കര സ്ലിപ്പറിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് നിൽക്കില്ല. അപ്പോൾ പിൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടും.
ഇതുപോലെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ കാണാം, പിൻ ചെയ്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാതറിങ്ങിൻ്റെ ഭാഗത്ത് നൂലിൽ പിടിച്ചിട്ട് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റാക്കിയും ലൂസാക്കിയും കൊടുത്തിട്ടും ഇതുപോലെ പെർഫെക്റ്റായിട്ട് വരും. അത് സ്ലീവിൻ്റെ നല്ല ഭാഗവും ടോപ്പിൻ്റെ നല്ല ഭാഗവും കൂടെയാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം. ഞാൻ എൻ്റെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, എപ്പോഴും ഒരു 1/4 ഇഞ്ച് വിട്ടേ കൊടുക്കാറുള്ളൂ. അതായത് ഒരുപാട് സീം അലവൻസ് ഇട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റായിട്ട് വരില്ല. എപ്പോഴും ഏറ്റക്കുറച്ചിലുണ്ടാവും. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അണ്ടർ ആം പോയിൻറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് പെർഫെക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് 1/4 ഇഞ്ച് സ്റ്റിച്ച് വിട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാകാതെ എനിക്ക് എപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് വരാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഈ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി സോവിങ്.